ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ചിക്കൻ ബർഗർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ഇതുപോലെ കുറച്ചൊരു പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആണെങ്കിൽ കൂടുതൽ നന്നാവും കേട്ടോ. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ സാധാരണ ബർഗറിന് നമ്മൾ ഈ ചിക്കൻ അരച്ചിട്ട് അത് പാറ്റി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബർഗറിന് നമ്മൾ ക്രഞ്ചി ആയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഞാനിവിടെ 1 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു ഒരല്പം ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇതൊന്ന് കലക്കിയെടുക്കണം. ഇതുപോലെ കുറച്ച് തിന്നായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ വേണ്ടത്, ഒരുപാട് കട്ടിയാവരുത്. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് ചിക്കനും എടുത്തിട്ട് ആദ്യം ഇതുപോലെ കോൺഫ്ലവർ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മൈദയുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഓട്സ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഓട്സിന് പകരം വേണമെങ്കിൽ കോൺഫ്ലക്സ് എടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരിക്കണം എണ്ണ. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ ബർഗർ തയ്യാറാക്കുന്ന ആ ഒരു സമയത്ത് മാത്രം ഇത് പൊരിച്ചെടുക്കുക കേട്ടോ. ആ ചൂടോട് കൂടി തന്നെ വെച്ച് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഉണ്ടാക്കാനുള്ള ബർഗർക്ക് വേണ്ട ചിക്കന് മാത്രമേ പൊരിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചൂടുള്ള ചിക്കൻ്റെ മുകളിൽ ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചീസ് ഒന്ന് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഞാനിവിടെ 4 ബർഗർക്ക് വേണ്ടി 4 സ്ലൈസ് ചീസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ബണ്ണിൻ്റെ പീസിൽ കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള സോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കന് ആ ചീസോട് കൂടി തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓരോ പീസ് ക്യാപ്സിക്കും അതുപോലെ ഒരു പീസ് തക്കാളിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ലെറ്റ്യൂസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുക്കുംബറോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടിലും ഓരോ ലീഫ് ലെറ്റ്യൂസ് വെച്ച് കൊടുക്കാം. ഇനി ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസും ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മറ്റേ പീസ് ബണ്ണിൽ ഞാൻ കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം.
ഇനി നമ്മളത് കൈ പിടിച്ച് കഴിക്കുമ്പോൾ ഉള്ളിലുള്ളതൊന്നും ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നടുക്ക് ഇതുപോലൊരു ടൂത്ത് പിക്കും കൂടെ ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സാധാരണ പെണ്ണായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ചൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ക്രഞ്ചി ചിക്കൻ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്